പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ വടശ്ശേരി കോണത്താണ് കേട്ടോ, കൊച്ചുവേലി ചേട്ടൻ്റെ വീട്ടിലാണ്. ഞാൻ ഹോം നേഴ്സിംഗ് ജോലിക്കാണ് പോകുന്നത്. അതിൽ കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് ഒരു 5000 രൂപ ഞാൻ 5 കുടുംബങ്ങളിൽ, അർഹതപ്പെട്ട 5 കുടുംബങ്ങളിൽ 1000 രൂപ വെച്ച് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട് എല്ലാ മാസവും. ഇത് കൊച്ചുവേലി ചേട്ടൻ്റെ വീടാണ്. ഈ ഷെഡ് മറിച്ച വീട്ടിലാണ് ഈ ചേട്ടൻ താമസിക്കുന്നത്. വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ ചേട്ടൻ്റെ അവസ്ഥ. ചേട്ടൻ അങ്ങനെ നടക്കാൻ അങ്ങനൊന്നും പറ്റൂല, സ്വാധീനക്കുറവാണ്. കൊച്ചുവേലി ചേട്ടാ, ഓ, ഇത് ഏത് സ്ഥലം? ഇത് വടശ്ശേരി കോണം. വടശ്ശേരി കോണം. ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാണോ ഉള്ളത്? ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളു. ചേട്ടന്റെ ബുദ്ധിമുട്ട് എന്തിനാണോ? എന്ത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ആഹാരത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ കിടക്കുന്ന വീട് കണ്ടില്ല, ആരെങ്കിലും കൊണ്ടൊരു ടാപ്പ് അടിച്ച് കെട്ടിയാണ് കിടക്കുന്നത്. ഇവിടെ പഞ്ചായത്ത് മെമ്പറൊന്നും ഒരു സപ്പോർട്ടൊന്നും ഇല്ലേ? പഞ്ചായത്ത് മെമ്പറൊന്നും സപ്പോർട്ടില്ല. ഒരു വോട്ടിന്റെ സമയമാകുമ്പോൾ ഒന്ന് വോട്ട് ചോദിക്കും, അല്ലാതെ ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല. വല്ലതൊക്കെ ചെയ്തു തരാം എന്നൊക്കെ കാണുമ്പോൾ പറയുന്നതല്ല, എന്തായാലും ഒരു സഹായം ചോദിച്ചില്ല. ഇന്ന് ആഹാരം കഴിച്ചോ? ഇന്നത്തെ ആഹാരം രാവിലെ 2-3 ചായ കുടിച്ചത് തന്നെ. ചേട്ടന് ഈ വീട്ടിൽ ഒറ്റയ്ക്കാണോ കിടക്കുന്നത്? ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. കറണ്ടൊന്നും ഇല്ലല്ലേ? കറണ്ട് ഇല്ല. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഈ ചേട്ടന്. ഇത് സ്വാധീന കുറവാണ്. ചേട്ടന് നടക്കാൻ അങ്ങനെ ഒന്നും പറ്റില്ല. അതിന് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടം തോന്നി. ഈ വീട്ടിൻ്റെ അകത്ത് ചേട്ടൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ വീടൊന്ന് കണ്ടല്ലോ. സഹായത്തിന് ഒരാളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഈ ചേട്ടനാണെങ്കിൽ സുഖമില്ലാത്തതാണ്, നടക്കാനോ ഒന്നും പറ്റില്ല. ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ കാണുകയാണെങ്കിൽ ഒന്ന് ഈ ചേട്ടനൊന്ന് വീട് വെച്ച് കൊടുക്കാനോ, ഈ ചേട്ടൻ്റെ മരുന്ന് കാര്യങ്ങൾ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനോ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം മാത്രം, ചെറിയൊരു സഹായം ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വീട്ടിൻ്റെ അവസ്ഥ കണ്ടല്ലോ. ഈ ടാർപ്പ് കെട്ടിയും സീറ്റ് മറച്ചൊക്കെയാണ് ഈ ചേട്ടൻ ഇവിടെ താമസിക്കുന്നത്. ഇഴജന്തുക്കൾ വരെ ഈ വീട്ടിൻ്റെ അകത്ത് കയറി വരുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ആഹാരത്തിന് പോലും ഒരു നിവൃത്തിയില്ലാത്ത സമയത്ത് അപ്പി കൂടെ കൊണ്ട് തരുന്ന ഈ സഹായം ഒരിക്കലും മറക്കൂ. ഇതൊരു ഭയങ്കര സഹായം തന്നെയാണ്. അത് വെള്ളം കൊണ്ട് തരുന്നതാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വക ഇല്ലായിരിക്കുന്ന സമയത്ത് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കൊണ്ട് തരുന്ന വലിയ കാര്യമാണ്.